ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 2 മാർക്കിന് ചോദിക്കുന്ന മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്താണ് സാപ്പ് വുഡ്, എന്താണ് ഹാർഡ് വുഡ്. വുഡിൽ പലതും ചോദിക്കാറുണ്ട്. എന്താണ് ഹാർഡ് വുഡ്, എന്താണ് സാപ്പ് വുഡ്, എന്താണ് പോറസ് വുഡ്, എന്താണ് നോൺ പോറസ് വുഡ്, എന്താണ് ഹാർഡ് വുഡ്, എന്താണ് സോഫ്റ്റ് വുഡ്. പിന്നെ നമ്മളിതിൻ്റെ മുന്നേ വേറെ ഒരു വുഡും കൂടി പഠിച്ചിരുന്നല്ലോ. സ്പ്രിംഗ് വുഡ് എന്താണ്, ഓട്ടം വുഡ് എന്താണ്, റിംഗ് പോറസ് വുഡ് എന്താണ്, ഡിഫ്യൂസ്ഡ് പോറസ് വുഡ് എന്താണ്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് 2 മാർക്കിന് ചോദിക്കാറുണ്ട് വുഡിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് സാപ്പ് വുഡ്, എന്താണ് ഹാർഡ് വുഡ് എന്ന് നോക്കാം. ഇപ്പോൾ ഓൾഡർ ആയിട്ടുള്ള ട്രീസ്, അതായത് കുറച്ച് പ്രായമുള്ള ട്രീസിൽ 2 സോൺസ് കാണുന്നുണ്ട്. നെയിംലി ഹാർഡ് വുഡ് അല്ലെങ്കിൽ ഡുറാമൻ, സാപ്പ് വുഡ് അല്ലെങ്കിൽ അൽബേൺ എന്ന് പറഞ്ഞിട്ട് 2 ഇത് കാണുന്നുണ്ട് അല്ലേ. ഈ ഹാർഡ് വുഡ് എന്ന് പറയുന്നത് ഇന്നർ അല്ലെങ്കിൽ സെൻട്രൽ പാർട്ടാണ്. സാപ്പ് വുഡ് എന്നുള്ളത് ഔട്ടർ അല്ലെങ്കിൽ പെരിഫറൽ പാർട്ടാണ്. ഹാർഡ് വുഡ് എന്ന് പറയുന്നത് ഓൾഡ് സൈലം കൊണ്ട് ഉണ്ടാക്കിയതാണ്. സാപ്പ് വുഡ് എന്ന് പറയുന്നത് യങ് ആയിട്ടുള്ള സൈലം കൊണ്ട് ഉണ്ടാക്കിയതാണ് സാപ്പ് വുഡ് എന്ന് പറയുന്നത്. ഈ ഹാർഡ് വുഡ് എന്ന് പറയുന്നത് എന്താണ്, ഹാർഡാണ്, ഡെഡാണ്, ഡ്യൂറബിളാണ്, ഡാർക്ക് കളേർഡാണ്. എന്നാൽ സാപ്പ് വുഡ് എന്താണ്, സോഫ്റ്റാണ്, ലിവിങ് ആണ്, ലെസ് ഡ്യൂറബിളാണ്, ലൈറ്റ് കളേർഡാണ്. അപ്പോൾ ഹാർഡ് വുഡ് എന്ന് പറയുന്നത് എന്താണ്, പൊതുവേ ഹാർഡായിരിക്കും, ഡെഡായിട്ടുള്ള സെല്ലുകളായിരിക്കും, ഡ്യൂറബിൾ ആയിരിക്കും, ഡാർക്ക് കളേർഡായിരിക്കും ഹാർഡ് വുഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കാതൽ എന്ന് പറയുന്ന മരത്തിൻ്റെ കാതൽ എന്ന് പറയില്ല, ആ ഭാഗമാണ് ഈ ഹാർഡ് വുഡ് എന്ന് പറയുന്നത്. ഓക്കെ. മറിച്ച് സാപ്പ് വുഡ് എന്ന് പറയുന്നത് ഏറ്റവും പുറത്ത് കാണുന്ന ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, ലിവിങ് ആയിട്ടുള്ള, ലെസ് ഡ്യൂറബിൾ ആയിട്ടുള്ള വുഡാണ് സാപ്പ് വുഡ് എന്ന് പറയുന്നത്. ഇതിൽ ഡെഡ് ആയിട്ടുള്ള ഹാർഡ് വുഡിൽ ഗംസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഗംസ്, റെസിൻസ്, ടാനിൻസ്, മറ്റ് സബ്സ്റ്റൻസ് ഒക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതിലെ സൈലം വെസൽസ് പൊതുവെ ടൈലോസസ് വെച്ച് പ്ലഗ് ചെയ്തിട്ടുണ്ടാവും. അതായത് ടൈലോസസ് വെച്ചിട്ട് ആ ഒരു സൈലം വെസലൊക്കെ അടഞ്ഞിട്ടുണ്ടാവും. നേരെ മറിച്ച് സാപ്പ് വുഡ് എങ്ങനെയാണ്, അതിന് പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ടായിരിക്കും, ലിവിങ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും, പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ടായിരിക്കും. അതിനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് വെസൽസും ഫൈബേഴ്സും ഒക്കെ ഏതിലുണ്ടാവും, സാപ്പ് വുഡിലുണ്ടാവും. സാപ്പ് വുഡിൽ പൊതുവെ ടൈലോസസ് എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആയിരിക്കും. ഇനി ഹാർഡ് വുഡ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ സ്ട്രെങ്ത്തും സപ്പോർട്ടും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹാർഡ് വുഡ് എന്ന് പറയുന്നത്. എന്നാൽ സാപ്പ് വുഡ് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളെ നോർമൽ സൈലം വെസൽസും ഫൈബേഴ്സും ഒക്കെയാണുള്ളത്. ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ, അതായത് വാട്ടർ കണ്ടക്ഷൻ, ന്യൂട്രിയൻ്റ് കണ്ടക്ഷൻ, ഫുഡിൻ്റെ സ്റ്റോറേജ്, അതൊക്കെയാണ് എന്തിൻ്റെ ഫങ്ഷൻ, സാപ്പ് വുഡിൻ്റെ ഫങ്ഷൻ. എന്നാൽ ഹാർഡ് വുഡ് എന്തിനു വേണ്ടിയിട്ടാണ്, മെക്കാനിക്കൽ സ്ട്രെങ്ത്തിനും സപ്പോർട്ടിനും വേണ്ടിയിട്ടാണ്. ഓക്കെ. ഒരു വർഷത്തിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന സമയത്ത് ഓരോ വർഷവും സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന സമയത്ത് സെക്കൻഡറി സൈലം എന്ന് പറയുന്നതും സെക്കൻഡറി ഫ്ലോ എന്ന് പറയുന്നതും പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. നമ്മൾ സെക്കൻഡറി ഗ്രോത്ത് നടക്കുമ്പോൾ സെക്കൻഡറി സൈലും സെക്കൻഡറി ഫ്ലോയും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ സമയത്ത് പുതിയ സൈലം എന്ന് പറയുന്നത് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയ സൈലം ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പഴയ സൈലം എന്താകും, സെൻറ്ററിലേക്ക് പുഷ്ഡ് ആവും. അപ്പോൾ പുതിയ സൈലം ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ പണ്ട് ഉണ്ടായിരുന്ന സൈലം, അതായത് പ്രൈമറി സൈലൊക്കെ സെൻറ്ററിൽ പുഷ്ഡ് ആയിട്ട് കിടക്കും. അങ്ങനെ സംഭവിക്കും അത് ഇവഞ്ച്വലി അത് നോൺ ഫങ്ഷണലായിട്ട് മാറും. ആ ഒരു ഓൾഡ് ആയിട്ടുള്ള സൈലം എന്ന് പറയുന്നത് സെൻറ്ററിലേക്ക് പുഷ് ചെയ്ത് ക്രഷായി പോയിട്ടുണ്ടാവും അല്ലേ. അതെന്ന് പറയുന്നത് നോൺ ഫങ്ഷണലായിട്ട് മാറും പിന്നീട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ടൈലോസസ് എന്ന് പറയുന്ന ബലൂൺ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും എവിടെ, ആ സൈലം വെസൽസിൻ്റെ ലൂമനിലൊക്കെ. ഈ ടൈലോസസ് എന്ന് പറയുന്നത് ശരിക്കും നിയറസ്റ്റ് ആയിട്ടുള്ള പാരങ്കൈമ സെല്ലിൻ്റെ
ഔട്ട് ഗ്രോത്ത് ആണ് എന്ത് ടൈലോസസ്. ഇതെന്ത് ചെയ്യും, ആ ഒരു വെസലിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അതിനെന്താണ് പിന്നീട് കണ്ടക്ഷനും കാര്യങ്ങളൊന്നും നടത്താനായിട്ട് പറ്റില്ല. അപ്പോൾ സൈമിൾട്ടേനിയസ്ലി അഡ്ജസൻ്റ് ആയിട്ടുള്ള പാരങ്കൈമ സെൽസ് എന്ത് സെക്രീറ്റ് ചെയ്യും, ഗമ്മും ഓയിൽസും റെസിൻസും ടാനിൻസും അരോമാറ്റിക് ആയിട്ടുള്ള കളറിങ് മെറ്റീരിയൽസൊക്കെ എന്ത് ചെയ്യും, സെക്രീറ്റ് ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് എന്ത്, എക്സ്ട്രാക്റ്റീവ്സ് എന്ന്. ഇതിനെ കോമൺ ആയിട്ട് പറയുന്ന ഈ സെക്രീഷൻസിന് പറയുന്ന പേരാണ് എന്ത്, എക്സ്ട്രാക്റ്റീവ്സ് എന്ന്. അതായത് ഗമ്മും ഓയിലും റെസിനും ടാനിനും അറോമാറ്റിക് ആയിട്ടുള്ള കളറിങ് മെറ്റീരിയൽസ് ഒക്കെ എവിടേക്ക് സെക്രീറ്റ് ചെയ്യും, ഈ ഓൾഡ് ആയിട്ടുള്ള ഏരിയ സൈലം വെസലിൻ്റെ അവിടേക്ക് സെക്രീറ്റഡ് ആവും. ഇത് ആ ഒരു ഓൾഡ് വെസൽസിൻ്റെ സെൻട്രൽ പോർഷനെ ഡാർക്ക് കളേർഡ് ആക്കി മാറ്റും. അതെന്താണ്, ഡ്യൂറബിളും റെസിസ്റ്റൻറ്റും ആയിരിക്കും. എന്നാൽ സാപ്വുഡ് എന്ന് പറയുന്നത് യങ്ങർ ആയിട്ടുള്ള സൈലം കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. അതെന്ത് ചെയ്യും, കണ്ടക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏറ്റെടുക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ആക്ച്വലി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്താണ് സാപ്വുഡ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. ആദ്യം ഫോം ചെയ്യുന്ന സൈലും കണ്ടക്ഷന് സഹായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യം സാപ്വുഡ് ഫോം ചെയ്യും സെൻറ്ററിൽ. പിന്നീട് സെക്കൻഡറി ഗ്രോത്ത് നടക്കുമ്പോൾ ഈ സെൻറ്ററിലുള്ള സാപ്വുഡ് എന്തായിട്ട് മാറും, ഹാർഡ് വുഡായിട്ട് മാറും. അതിൻ്റെ വെസൽസിൽ ടൈലോസസ് വന്ന് ബ്ലോക്കായിട്ട് അതെന്തായിട്ട് മാറും, അതിലേക്ക് ഗമ്മും റെസിൻസും ടാനിൻസും ഒക്കെ സെക്രീറ്റ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറും, ഹാർഡ് വുഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സാപ്വുഡ് ഹാർഡ് വുഡ് ആവുന്ന സമയത്ത് എല്ലാ ലിവിങ് സെൽസും എന്താകും, എല്ലാ ലിവിങ് സെൽസും അതിൻ്റെ പ്രോട്ടോപ്ലാസ്റ്റ് ലോസ് ആവും. വാട്ടർ കണ്ടൻറ്റ്, അതിൻ്റെ വാൾസ് അതൊക്കെ എന്താകും, ലോ ആയിട്ട് മാറും. അതിൻ്റെ വാൾസിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ എന്താകും, വളരെ കുറവാകും. പിന്നെ ഫുഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അതിൽ നിന്ന് വിഡ്രോ ചെയ്യും, ആ ലിവിങ് ആയിട്ടുള്ള സെൽസിൽ നിന്ന് വിഡ്രോ ചെയ്യും. എന്നിട്ട് ടൈലോസസ് എന്ത് ചെയ്യും, ആ വെസൽസിനെ ബ്ലോക്ക് ചെയ്യും. ഇനി പാരങ്കൈമ സെൽസ് എന്ത് ചെയ്യും, അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള പാരങ്കൈമ സെൽസ് എന്ത് ചെയ്യും, ലിഗ്നിഫൈഡ് ആകും. അത് എക്സ്ട്രാക്റ്റീവ്സ് വെച്ച് ഫില്ല് ചെയ്യും ആ ഒരു ഭാഗം. ഓയിൽസ്, ഗംസ്, ടാനിൻസ്, റെസിൻസ്, മറ്റ് സബ്സ്റ്റൻസൊക്കെ കൊണ്ട് എന്ത് ചെയ്യും, ആ ഒരു ഭാഗം ഫില്ല് ചെയ്യും. ഈ ഓയിൽസും റെസിൻസും എന്താണ്, ഓയിൽസും റെസിൻസും കളറിങ് മെറ്റീരിയലും അതിൻ്റെ വാൾസിൻ്റെ ഉള്ളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് ഗംസും റെസിൻസും ഒക്കെ ആ സെല്ലിൻ്റെ ലൂമനിൽ ഫില്ലാവും. ഓക്കെ, ഇനി ഹാർഡ് വുഡ് എന്ന് പറയുന്നത് സാപ്വുഡിനേക്കാളും ഡാർക്കർ ആയിരിക്കും കളറിൽ. എന്നാലും ചിലതിൽ ബെറ്റുല, പോപ്പുലസ്, പിസിയ, അഗാത്തിസ് ഇതിലൊക്കെ ഹാർഡ് വുഡ് എന്ന് പറയുന്നത് ഹാർഡ്ലി ഡാർക്കർ ദാൻ സാപ്വുഡ്. അതായത് ഈ ഇതിലൊക്കെ സാപ്വുഡാണ് കുറച്ചുകൂടെ ഡാർക്കർ. ഈ 4 പ്ലാന്റ്സിൽ എങ്ങനെയാണ്, സാപ്വുഡാണ് ഹാർഡ് വുഡിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കറായിട്ട് കാണുന്നത്. ഈ പ്ലാന്റ്സിൽ മാത്രം, ബാക്കി എല്ലാത്തിലും എങ്ങനെയാണ്, ഹാർഡ് വുഡാണ് സാപ്വുഡിനേക്കാളും കളറുള്ളത്, ഡാർക്ക് കളർഡ്. പിന്നെ ഈ സാപ്വുഡിൻ്റെ പ്രൊപ്പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്ലാന്റ്സിലും ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഹാർഡ് വുഡും സാപ്വുഡും ഒക്കെ പ്രൊപ്പോർഷൻസിൽ കിടക്കുന്നത്. അതായത് ബ്ലാക്ക് ലോക്കസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ പൊതുവെ ഹാർഡ് വുഡ് എന്ന് പറയുന്നത് കൂടുതലും സാപ്വുഡ് കുറവായിട്ടായിരിക്കും കാണുക. എന്നാലും മാപ്പിൾ എന്ന് പറയുന്ന പ്ലാന്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാർഡ് വുഡ് എന്ന് പറയുന്നത് നാരോയും സാപ്വുഡ് എന്ന് പറയുന്നത് വൈഡറായിട്ടുമാണ് കാണുന്നത്. എക്കണോമിക്കലി ഹാർഡ് വുഡാണ് എന്തിനേക്കാളും സാപ്വുഡിനേക്കാളും വാല്യൂ കൂടുതലുള്ളത് എന്തിനാണ്, ഹാർഡ് വുഡിനാണ്. അതായത് മരത്തിൻ്റെ കാതലിനാണ് വില കൂടുതൽ. അതാണ് റെസിസ്റ്റൻ്റ് ആണ് ഇൻസെക്റ്റ് ഇതിനൊക്കെ. അപ്പോൾ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈക്രോ ഓർഗാനിസത്തിൻ്റെ അറ്റാക്ക് ഒന്നും ആ ഹാർഡ് വുഡ് എന്ന് പറയുന്നത് ലെസ് സസെപ്റ്റബിൾ ആയിരിക്കും മൈക്രോ ഓർഗാനിസത്തിൻ്റെ അറ്റാക്കിന്. ഇൻസെക്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വുഡാണ് ഹാർഡ് വുഡ്. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ എക്കണോമിക്കലി ഡ്യൂറബിൾ ആയിട്ടുള്ള, സാപ്വുഡിനേക്കാളും ഡ്യൂറബിളും. ടിമ്പറൊക്കെ നമ്മൾ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് വുഡാണ് മെയിനായിട്ട് ഉപയോഗിക്കുക.
അതിലെന്താണ് സ്റ്റോറേജ് ഫുഡ് മെറ്റീരിയൽസ് കുറവാണ്, പ്രോട്ടോപ്ലാസം ഇല്ല, റെസിൻസും ഓയിൽസും ടാനിൻസിൻ്റെ ഒക്കെ പ്രസൻസ് കാരണം, അതുപോലെ തന്നെ ടൈലോസസ് ഗമ്മൊക്കെ വെച്ചിട്ട് ആ ഒരു വെസൽസ് ബ്ലോക്കേജ് കാരണം എന്താണ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ അറ്റാക്കിന് ലെസ് സസെപ്റ്റബിൾ ആയിരിക്കും ആര് ഹാർഡ് വുഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിക്കുമ്പോൾ ജസ്റ്റ് ഇത് കംപ്ലീറ്റ് എഴുതേണ്ട ആവശ്യമില്ല, 1-2 പോയിൻ്റ് ഓർത്ത് വെച്ചാൽ മതി. ഹാർഡ് വുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാർഡാണ്, ഡെഡാണ്. ഇപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ 4 പോയിൻറ്റ്സ് ഒക്കെ എഴുതിയാൽ മതി. ഓക്കെ, ഡ്യൂറബിളാണ്. ആ എഴുതുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം കേട്ടോ. ഹാർഡ് വുഡ് എന്ന് പറയുന്നത് ഹാർഡാണ്, ഡെഡാണ്, ഡ്യൂറബിളാണ്, പിന്നെന്താണ് ഡാർക്ക് കളേർഡാണ്. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് എന്ത് ഇതെന്ന് പറയുന്നത്. ഈ 4 പോയിൻ്റ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് സാപ്പ് വുഡ് എന്ന് പറയുന്നത്. ഹാർഡിന് പകരം സോഫ്റ്റ് ആണ്, ഡെഡിന് പകരം എന്താണ് ലിവിങ് ആയിരിക്കും സാപ്പ് വുഡ്, ഡ്യൂറബിൾ ആയിരിക്കും എന്ത് ഹാർഡ് വുഡ്. എന്നാലും മറ്റേത് എന്താണ് അത്രത്തോളം ഡ്യൂറബിൾ അല്ല, ലെസ് ഡ്യൂറബിൾ ആയിരിക്കും എന്താണ് സാപ്പ് വുഡ് എന്ന് പറയുന്നത്, ലൈറ്റ് കളേർഡ് ആയിരിക്കും. അപ്പോൾ ഈ 4 പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾ കോമൺ ആയിട്ട് നോക്കിയാൽ മതി, കാരണം ടൈലോസസ് എങ്ങനെയാണ് ആ ഒരു ഹാർഡ് വുഡ് എന്താണ് സാപ്പ് വുഡ് എങ്ങനെയാണ് ഹാർഡ് വുഡ് ആവുന്നത് എന്ന് ഓർക്കുക. അതായത് ടൈലോസസ് ഒക്കെ വന്ന് അടഞ്ഞ് ഗംസ് ആൻഡ് റെസിൻസ് അതിലേക്ക് എന്താണ് സെക്രീറ്റ് ചെയ്യാണ്, അതിനെ എക്സ്ട്രാക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ സെക്രീറ്റ് ചെയ്തിട്ട് അതെന്താണ് ഡാർക്ക് കളേർഡും ഡ്യൂറബിൾ ആൻഡ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സെൻട്രൽ പോർഷൻ ആയിട്ട് മാറുകയാണ്. പിന്നെ ഹാർഡ് വുഡിന് ഡ്യൂറാമൻ എന്നും പറയുന്നുണ്ട്, നമ്മളെ സാപ്പ് വുഡിന് എന്താണ് അൽബേൺ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഹാർഡ് വുഡ് സെൻട്രൽ പാർട്ടിലാണ് ഉണ്ടാവുക, സാപ്പ് വുഡ് പെരിഫറിയിലാണ്. ഹാർഡ് വുഡിൽ എന്താണ് ഓൾഡ് സൈലാണ് ഉണ്ടാവുക, സാപ്പ് വുഡിൽ യങ് സൈലാണ് ഉണ്ടാവുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ പോയിൻറ്റ്സ്. ഞാനിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം നോട്ട് ചെയ്താൽ മതി. കാരണം എന്താണ് ഇത് മിക്കവാറും 2 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. ഇനി അതിൽ കൂടുതൽ മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ നിങ്ങൾക്ക് അറിയണം. ആ ഒരു കോമൺ ആയിട്ടുള്ള പോയിൻറ്റ്സ് ഓർത്ത് വെച്ചാൽ മതി. ഇത് തിരിച്ചും മറിച്ചും ഇങ്ങനെ പറയുന്നതല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നതെന്ന് ഓർത്താൽ മതി. കാരണം ഇത് നോൺ ഫങ്ഷണൽ ആകും. പൊതുവേ എന്താണ് ഓൾഡ് ആയിട്ടുള്ള സൈലം സെൻട്രൽ പാർട്ടിലേക്ക് പുഷ് ചെയ്യും. സെക്കൻഡറി ഗ്രോത്തിൻ്റെ സമയത്ത് ഓൾഡർ ആയിട്ടുള്ള സൈലം എന്ന് പറയുന്നത് സെൻട്രൽ പാർട്ടിലേക്ക് പുഷ് ചെയ്യുമ്പോൾ അതെന്താണ് ക്രഷ്ഡ് ആയിട്ട് നോൺ ഫങ്ഷണൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ നോൺ ഫങ്ഷണൽ ആവുമ്പോൾ അതിൻ്റെ ലൂമൻ എന്ന് പറയുന്നത്, അത് നോൺ ഫങ്ഷണൽ ആവാനുള്ള കാരണം എന്താണ്, അതിൻ്റെ ലൂമൻ എന്ന് പറയുന്നത് ടൈലോസസ് എന്ന് പറയുന്ന ബലൂൺ ലൈക്ക് സ്ട്രക്ചർ കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ടൈലോസസ് ഉണ്ടായിട്ട് ആ ഒരു ലൂമൻ എന്ന് പറയുന്ന അടയാണ്. പിന്നെ നിയറസ്റ്റ് പാരങ്കൈമ സെൽസ് എന്ത് ചെയ്യാണ്, അഡ്ജസൻ്റ് ആയിട്ടുള്ള പാരങ്കൈമ സെൽസ്, നിയറസ്റ്റ് ആയിട്ടുള്ള പാരങ്കൈമേൻ്റെ ഔട്ട് ഗ്രോത്ത് ആണ് ശരിക്കും ടൈലോസസ് എന്ന് പറയുന്നത്. അതിന് തൊട്ടടുത്തുള്ള പാരങ്കൈമ സെൽസ് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് സെക്രേറ്റ് ചെയ്യും, ഗംസ്, ഓയിൽസ്, റെസിൻസ്, ടാനിൻസ്, അരോമാറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ സെക്രേറ്റ് ചെയ്യും. അതിനെ നമ്മൾ എക്സ്ട്രാക്റ്റീവ്സ് എന്നാണ് പറയുക. അത് ആ ഒരു ഭാഗത്തിന് ഡാർക്ക് കളേർഡും ഡ്യൂറബിൾ റെസിസ്റ്റൻ്റ് ആക്കും. ആ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് ഡാർക്ക് കളേർഡ് ആയിരിക്കും അല്ലേ. അത് എന്തിനാണ് മെക്കാനിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതെന്ന് ആലോചിക്കാം. സാപ്പ് വുഡ് എന്ന് പറയുമ്പോൾ എന്താണ് യങ്ങർ ആയിട്ടുള്ള അതായത് സെക്കൻഡറി ഗ്രോത്തിന് ശേഷം പുതിയതായിട്ടുണ്ടായ സൈലങ്ങളായിരിക്കും എന്ത് സാപ്പ് വുഡിൽ ഉണ്ടാവുക. ഓക്കെ, ആ യങ്ങർ ആയിട്ടുള്ള സൈലം എന്ന് പറയുന്നതിന് എന്താ കണ്ടക്ഷൻ ആയിരിക്കും അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്നാലും നമ്മുടെ ഹാർഡ് വുഡിൻ്റെ ഫംഗ്ഷൻ എന്താണ് മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക. അത് ഡെഡ് ആയിട്ടുള്ള സെൽസാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം നോട്ട് ചെയ്തിട്ട് എഴുതാം. 2 മാർക്കിന് ആണ് മെയിനായിട്ട് ഇത് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ 5 മാർക്കിന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ വേർഡ്സിൽ എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റ് സബ്ജക്റ്റ് ലാംഗ്വേജ് സബ്ജക്റ്റിനൊക്കെ വെച്ച് നോക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഹിസ്റ്ററി, മലയാളം, ഇംഗ്ലീഷ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് എഴുതിയാലേ പൊതുവേ മാർക്ക് കിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പോയിൻറ്റ്സ് എഴുതിയാൽ മതി. പോയിൻറ്റ്സ് നോട്ടബിൾ ആയിട്ടുള്ള പോയിൻറ്റ്സ്, ആ ആൻസർ കീയിലുള്ള പോയിൻറ്റ്സ് നമ്മുടെ പേപ്പറിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഒരുപാട് വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ 2 മാർക്കിനെന്ന് പറയുമ്പോൾ 4 പോയിൻറ്റ്സ് മതിയാവും. ഓക്കെ, ആ 4 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് അത്രത്തോളം റെലവൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഹാർഡ് വുഡ് ആൻഡ് സാപ്പ് വുഡിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹാർഡ് വുഡ് എന്താണ്, സാപ്പ് വുഡ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.